ന്യൂയോർക്ക് നഗരം ഇനിയും കുടിയേറ്റക്കാരുടേതായിരിക്കും. ഈ നഗരം നിർമ്മിച്ചത് കുടിയേറ്റക്കാരാണ്. ഈ നഗരത്തിന്റെ കരുത്ത് കുടിയേറ്റക്കാരാണ്. ഇന്ന് രാത്രി മുതൽ ഈ നഗരം നയിക്കുന്നത് ഒരു കുടിയേറ്റക്കാരനാണ്. നിങ്ങൾ ഒരു കുടിയേറ്റക്കാരോ ട്രാൻസ് സമൂഹമോ ട്രംപ് ഫെഡറൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ഒട്ടേറെ കറുത്ത വംശജരായ സ്ത്രീകളിൽ ഒരാളോ പലചരക്ക് സാധനങ്ങളുടെ വില കുറയുന്ന കാത്തു നിൽക്കുന്ന സിംഗിൾ മദറോ വ്യവസ്ഥയുടെ കീഴിൽ ബുദ്ധിമുട്ടുന്ന ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബുദ്ധിമുട്ടും പോരാട്ടവും ഇനി നമ്മുടെ എല്ലാമാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്തിന്റെ പുതിയ മേയറുടെ വാക്കുകളാണിത്. സോഹ്രാൻ മംദാനി സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നാൽ വിജയം നേടാനാകുമെന്ന് പുതുതലമുറയ്ക്കുള്ള സന്ദേശം നൽകിയ മംദാനി ജനങ്ങൾക്കിടയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. തന്റെ വ്യക്തിത്വം ഒരിക്കലും മറച്ചുവെച്ചില്ല, ഒരിക്കൽ പോലും വെറുപ്പ് പ്രചരിപ്പിച്ചില്ല. എന്നാൽ വലതുപക്ഷം അയാളെ തീവ്രവാദിയാക്കി. അപ്പോഴും പലസ്തീനു വേണ്ടി ശബ്ദിച്ചു. എന്നിട്ടും അയാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്രമാണ്. ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യൻ തന്റെ സ്വപ്നം എഴുതി. ഒരിക്കലും ഉറക്കം കാണാത്ത ഈ നഗരം ന്യൂയോർക്ക് ഇന്ന് അതിന്റെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ ദിനമാണ്. നഗരത്തെ മാറ്റി മംദാനി രാഷ്ട്രീയത്തിൽ എത്തിയപ്പോൾ പറഞ്ഞത് ഒന്നേ ഉള്ളൂ: നഗരത്തിന്റെ വികസനം വെറും കെട്ടിടങ്ങൾ കൊണ്ടല്ല, മനുഷ്യരുടെ ജീവിതങ്ങളെ കൊണ്ടാണ് അളക്കേണ്ടത്. വാടക ഉയരുന്നു, വീടുകൾ നഷ്ടപ്പെടുന്നു, തെരുവുകളിൽ കിടക്കുന്നവരുടെയും കുട്ടികളുടെയും സ്വപ്നങ്ങൾ തകരുന്നു. ഇതാണ് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന നഗരം. അവൻ പറഞ്ഞ ഈ വാക്കുകൾക്ക് തീ പിടിച്ചു. യുവാക്കളും തൊഴിലാളികളും കുടിയേറ്റക്കാരും അവനെ പിന്തുണച്ചു. റെന്റ് ഫ്രീസ്, യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, ഫ്രീ ബസ്സസ്, ഇങ്ങനെ തുടങ്ങിയ വാഗ്ദാനങ്ങളല്ല, അതൊരു വിപ്ലവത്തിന്റെ പടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ദിവസം നവംബർ 4-ാം തീയതി 2025 ന്യൂയോർക്കിലെ തെരുവുകൾ ഉണർന്നു. മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയുടെ കരുത്തിനും അപ്പുറം ഒരു സാധാരണ മനുഷ്യന്റെ സ്വപ്നം ചെയ്തു. അവൻ ജയിച്ചു. പക്ഷേ അത് വെറും രാഷ്ട്രീയ വിജയം മാത്രമല്ല, അതൊരു സന്ദേശമായിരുന്നു. മതം, വർഗം, സമ്പത്ത് ഇവയൊന്നുമല്ല ഒരു നഗരത്തിന്റെ ശക്തി. അത് മനുഷ്യരുടെയും പ്രതീക്ഷയുടെയും കൂട്ടായ്മയാണ്. മംദാനിയുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതം എത്ര കഠിനമായാലും നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാറ്റം അസാധ്യമല്ല. ഒരു കുടിയേറ്റക്കാരന്റെ മകൻ, ഒരു കറുത്തവൻ, ഒരു മുസ്ലിം ന്യൂയോർക്കിന്റെ മേയറാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല, ആരും പ്രവചിച്ചും വരുന്നില്ല. പക്ഷേ അവൻ തെളിയിച്ചു. നമ്മൾ കഥയുടെ ഭാഗമാകാം. എഴുത്തുകാരനാകുമ്പോഴാണ് ചരിത്രം നമ്മെ ഓർക്കുന്നത്. അവന്റെ പിന്നിൽ നിൽക്കുമ്പോൾ ന്യൂയോർക്കുകാരല്ല, ലോകമെമ്പാടുള്ള സ്വപ്നം കാണുന്ന എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. സോഹ്രാൻ മംദാനി ഒരു പേര് മാത്രമല്ല, ഒരു ചിന്ത, ഒരു ദിശ, ഒരു പ്രതീക്ഷ. ജീവിതം നിങ്ങളെ എവിടെയാക്കി വെച്ചാലും സ്വപ്നം കാണാൻ മടിക്കരുത്. കാരണങ്ങൾ കണ്ടെത്താതെ അവസരങ്ങൾ സൃഷ്ടിക്കുക. ഈ മനുഷ്യൻ അതിനുള്ള തെളിവാണ്. സോഹ്രാൻ മംദാനി ചരിത്രം എഴുതിയ മനുഷ്യൻ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായും ലീഗൽ മുസ്ലിം ആദ്യ മേയർ സ്ഥാനത്തേക്ക് സ്ഥാനം ഏറ്റെടുക്കുന്ന വ്യക്തിയായും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച കർശന നയങ്ങൾ സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ധനിക വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പുറലോകത്തു നിന്നുള്ള വലിയ എതിർപ്പുകൾക്കിടയിലും മംദാനിയുടെ കരിഷ്മയും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും സാധാരണക്കാരുടെ പിന്തുണയും ഈ ചരിത്ര വിജയത്തിന് വഴിയൊരുക്കി. ഭാവി വെല്ലുവിളികളും പ്രതീക്ഷകളും ഉണ്ടെങ്കിലും അദ്ദേഹം 2026 ജനുവരി 1 സോഹ്രാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ 111ാമത് മേയറായി ചുമതലയേൽക്കും. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ സങ്കീർണമായ ആവശ്യങ്ങൾക്കിടയിൽ താൻ വാഗ്ദാനം ചെയ്ത വിപ്ലവകരമായ മാറ്റങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നതിലാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ. മംദാനിയുടെ പ്രവർത്തനങ്ങൾ കാത്തിരുന്ന് കാണാം.